നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുഴയിൽ കാൽവഴുതി വീണ ഗൃഹനാഥൻ മരിച്ചു. കോളയാട് പെരുവ ചെമ്പുക്കാവിലെ മരാടി ബാബുവാണ് മരിച്ചത്. കണിച്ചാർ ചാണപ്പാറയിൽ കടമുറിയിൽ പാനിക്കുളം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ തിരുവനന്തപുരം സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. കാക്കിങ്ങാട് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. വാർത്തകൾ വിശദമായി. പുഴയിൽ കാൽ വഴുതി വീണ് ഗൃഹനാഥൻ മരിച്ചു. കോളയാട് പെരുവ ചെമ്പുക്കാവിലെ മരാടി ബാബുവാണ് പുഴയിൽ വീണ് മരിച്ചത്. പുഴ മുറിച്ചു കടക്കുന്നതിനിടെ കാൽവഴുതി പുഴയിൽ വീണ് കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം കണ്ടെത്തി. കോളയാട് പെരുവ ചെമ്പുക്കാവിലെ മരാടി ബാബുരാജ് എന്ന ബാബുവാണ് പുഴയിൽ വീണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. ചെമ്പുക്കാവിൽ നിന്നും കൊമ്മേരി കറ്റ്യാടിലേക്ക് രാവിലെ പണിക്ക് പോയതായിരുന്നു ബാബു. പണിയില്ലാത്തതിനാൽ തിരിച്ചു വരുന്നതിനിടെ പുഴ മുറിച്ചു കടക്കുമ്പോൾ കാൽവഴുതി പുഴയിൽ വീഴുകയായിരുന്നു. തുടർന്ന് കാണാതായ ബാബുവിനായി നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി. പെരുവ പുലിക്കയത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അംഗൻവാടി ഹെൽപ്പർ പി ലീലയാണ് ഭാര്യ. ഷിബിന, ഷിൽന, ഷിൽജ എന്നിവർ മക്കളാണ്. മരാടിക്കുമ്പ എ കുങ്കൻ ദമ്പതികളുടെ മകനാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കണിച്ചാർ ചാണപ്പാറയിൽ കടമുറിയിൽ പാനിക്കുളം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്നായിരുന്നു ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. മധ്യവയസ്കനെ കടമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ബുധനാഴ്ച വൈകുന്നേരം 3 മണിയോടെയായിരുന്നു ചാണപ്പാറ സ്വദേശി പാനികുളം ബാബുവിനെ ചാണപ്പാറയിലെ മുളക്കൽ ഫ്രാൻസിസിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലെ മുകളിലത്തെ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപം ചെങ്കല്ലും മൃതദേഹം കണ്ട മുറിയിൽ ചുവരിൽ ചോരപ്പാടുകളും ഉണ്ടായിരുന്നു. 2 ദിവസമായി ബാബുവിനെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരിലൊരാൾ മുറിയിലെത്തി നോക്കിയപ്പോഴായിരുന്നു മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയും തൊട്ടടുത്ത മുറിയിലെ താമസക്കാരനുമായ പ്രേംജിത്ത് ലാലിനെ കേളകം പോലീസ് പിടികൂടിയിരുന്നു. ഇയാളാണ് കൊലപാതകം നടത്തിയതെന്നാണ് സൂചന. മദ്യപിച്ച് വഴക്കു പറഞ്ഞതിലുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. വിവാഹബന്ധം വേർപെടുത്തിയ ബാബു കുറച്ചുകാലമായി ഈ വാടകമുറിയിലായിരുന്നു താമസം. കണ്ണൂർ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. ബുധനാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘം മൃതദേഹവും സംഭവം നടന്ന മുറിയും പരിശോധിച്ചു. തുടർന്ന് കേളകം SHO VV ശ്രീജേഷിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഹൈവിഷൻ ന്യൂസ്, കേളകം. കാക്കിങ്ങാട് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഭണ്ഡാരം തകർത്ത ശേഷം പണവും കവർന്നു. കാക്കിങ്ങാട് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. രാവിലെ നട തുറക്കാനെത്തിയ ക്ഷേത്ര മേൽശാന്തിയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി കണ്ടത്. തുടർന്ന് വിവരം ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു. ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ മുൻഭാഗത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് ശ്രീകോവിലിന് സമീപത്തുള്ള ഭണ്ഡാരവും ഉപദേവതാ സ്ഥാനത്തിനു മുന്നിലുള്ള ഭണ്ഡാരവും കവർന്ന ശേഷം ക്ഷേത്ര പരിസരത്ത് വെച്ച് ഭണ്ഡാരം തകർത്ത് പണം അപഹരിക്കുകയായിരുന്നു. തകർത്ത ഭണ്ഡാരം ക്ഷേത്രത്തിന് സമീപത്തായി ഉപേക്ഷിച്ച നിലയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഴക്കുന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂർ വിദ്യാഭ്യാസ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ വിദ്യാഭ്യാസ സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. 50-ലധികം വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണേണ്ടത് തൊണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് 50-ലധികം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഭീകരതയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പോകുന്ന ആളുകളുടെ ഒരു പൊതുചിത്രം എന്താണ്? നേരത്തെ ഗൾഫിലേക്കൊക്കെ പോയ ആളുകൾ ഗൾഫിൽ പോയാൽ തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു. അവർ ഗൾഫിലേക്ക് പോകുന്ന നാടിൻ്റെ കൂടി അഭിവൃദ്ധിക്ക് കാരണമാകാറുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഒരു ഗൾഫുകാരൻ്റെ വീടാന്ന് പറയുമ്പോൾ ആ വീട് അവിടെ TV, ഫ്രിഡ്ജ്, മറ്റ് സംവിധാനങ്ങളൊക്കെയുള്ള ഗൾഫുകാരൻ്റെ വീടിൻ്റെ ഒരു പ്രൗഢി ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു കാനഡയിലാണ് അല്ലെങ്കിൽ ആസ്ട്രേലിയയിലാണ് എന്ന് പറഞ്ഞാൽ ആ വീട് മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന ചിത്രമായിരിക്കും ഉണ്ടാകുക. കാരണം എന്തുകൊണ്ട്? അവിടെ പോകുന്നു, അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. കേരളമെന്ന നമ്മുടെ നാട്ടിൽ നിന്ന് അതിഭീകരമായ നിലയിൽ ഒരു പറിച്ചു നടൽ വിദേശങ്ങളിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത് പറയേണ്ടായി, കൊട്ടിയൂർ പഞ്ചായത്തിൽ നിന്ന് മാത്രം 500-നടുത്ത ആളുകൾ കാനഡയിലാണ് എന്ന് പറയേണ്ടായി. കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ ഈ പേരാവൂർ ബ്ലോക്കിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ്. ആ പഞ്ചായത്തിന് മാത്രം കാനഡയിലുള്ള ആളുകളുടെ നമ്പറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ അപകടകരമായ സ്ഥിതി എങ്ങനെയാണ് മുറിച്ചു കിടക്കുക? പലരും കരുതുന്നത് കാനഡയിൽ പോയാൽ ഭയങ്കര സുഖമാണ്, ആസ്ട്രേലിയയിൽ പോയാൽ ഭയങ്കര സുഖമെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് നികുതി കൊടുക്കാൻ വേണ്ടി വരുന്നു. കാനഡയിലാണെങ്കിൽ 40% ടാക്സ്. 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ 40,000 ടാക്സ് അടക്കേണ്ടുന്ന ഒരു രാജ്യം. അതിനുമപ്പുറത്ത് അവിടങ്ങളിലുണ്ടാവുന്ന സാമൂഹ്യാന്തരീക്ഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷം, സൗകര്യപ്രദമായ സാമൂഹ്യാന്തരീക്ഷം കേരളത്തിലുണ്ട്. പിന്നെ വിദേശങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പലരും വംശവെറിയുടെ ഭാഗമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. രണ്ടാം തരം പൗരന്മാരായി ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം പല രാജ്യങ്ങളിൽ നിന്നും ഉയർന്നു വരിക കൂടി ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് വിദേശത്തേക്ക് പോകേണ്ടതില്ല, വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യേണ്ടതില്ല, ഒന്നുമല്ല. പക്ഷേ വിദ്യാഭ്യാസ സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷത വഹിച്ചു. ഇരിട്ടി AR രാജേഷ് ഓഹരി വിതരണം നിർവഹിച്ചു. പേരാവൂർ റീജിയണൽ ബാങ്ക് പ്രസിഡന്റ് VG പത്മനാഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M റിജി, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ബിന്ദു, കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം, പേരാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ സമീറ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജൂബിലി ചാക്കോ, V ഗീത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി സോജ, റജീന സിറാജ്, പേരാവൂർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ജിജി ജോയി, T വിജയൻ, K രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. മാത്യു കാക്കേങ്ങാടിന്റെ ഒരിറ്റു മണ്ണുനീർ ആത്മസാക്ഷ്യവും നുറുങ്ങുവെട്ടവും പുസ്തക പ്രകാശനം കാക്കേങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് PP സദാനന്ദൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. മാത്യു കാക്കേങ്ങാടിന്റെ ഒരിറ്റു മണ്ണുനീർ ആത്മസാക്ഷ്യവും നുറുങ്ങുവെട്ടവും എന്ന പുസ്തക പ്രകാശനം കാക്കേങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ണിൽ പണിയെടുത്ത് മണ്ണ് പൊന്നു വിളയുന്ന സ്ഥലമാക്കി മാറ്റിയ യഥാർത്ഥ കർഷകർക്ക് ക്ലാസ് ആർളം ഫാമിൽ തന്നെ അവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം പഠിച്ചു മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അതെല്ലാം എഴുതി ചേർത്തുകൊണ്ടുള്ള നല്ലൊരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 മണിക്കൂർ കൊണ്ട് അത് വായിച്ചു തീർക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചത്. ഈ ഗ്രന്ഥകർത്താവിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും. കൂടുതൽ വായനക്കാരുണ്ടാകട്ടെ, കൂടുതൽ പുസ്തകങ്ങൾ രചിക്കട്ടെ. ഞാൻ തന്നെ ഇപ്പം എന്നോട് ചിലപ്പോൾ എൻ്റെ കഥ ഞാൻ പറയുമ്പോൾ എന്നോട് വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാര്യ പറയും, നിങ്ങളിതൊന്നും എഴുതി വെക്കണം. കുറേയുള്ള അനുഭവങ്ങളൊക്കെ നന്ന് എഴുതിയാലോ എന്ന് വിചാരിക്കുമ്പോൾ ഇതാര് പ്രസിദ്ധീകരിക്കും, ഇതാര് വായിക്കും എന്നോർത്തിട്ട് ധൈര്യം വരുന്നത്. ഏതായാലും നല്ല ഒരു കാൽവെപ്പാണ്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ കണ്ടനുഭവിച്ച അനുഭവത്തിൻ്റെ പാഠം, അതാണ് ഏറ്റവും വലിയ പാഠം ഉൾക്കൊള്ളുക. അതിൻ്റെ വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ശ്രീ മാത്യുവിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. ചടങ്ങിൽ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് PP സദാനന്ദൻ പുസ്തക പ്രകാശനം നടത്തി. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ബിന്ദു അധ്യക്ഷത വഹിച്ചു. KCTP നാരായണൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി. KK വത്സല, കോമളവല്ലി ടീച്ചർ, KK രാമചന്ദ്രൻ, മനോജ് രാജൻ, ബാബു ജോസഫ്, TF സെബാസ്റ്റ്യൻ, V രാജു, ജെയിംസ് പ്ലാക്കിയിൽ, KT ടോമി, AK ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. മാത്യു കാക്കേങ്ങാട് മറുപടി പ്രസംഗവും നടത്തി. തുടങ്ങിയിരുന്നു സ്കൂളിൽ യുവജനോത്സവം വരുമ്പം എൻ്റെ വീട് നിറച്ചും പിള്ളേരാണ്. അവർക്ക് മോണാക്ട്, കഥാപ്രസംഗം, നാടകം, കവിത ഇതെല്ലാം മേടിക്കുന്നത് എന്നോടാണ്. അപ്പോൾ ഏത് സ്കൂളിൽ യുവജനോത്സവം വന്നാലും എൻ്റെ വീട് നിറച്ചും പിള്ളേരുണ്ടാകും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നാടകം പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീട് നിറഞ്ഞ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ അന്ന് ഞാൻ സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കിയാണ് ഞാൻ എഴുതാറ്. അതുകൊണ്ട് എൻ്റെ എല്ലാ കൃതികൾക്കും സമ്മാനം ഉറപ്പാണ്. എവിടെ ചെന്നാൽ സമ്മാനം ഉറപ്പ്. അതൊരു പ്രത്യേകത. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് തലശ്ശേരി ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷാജി തെക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് തലശ്ശേരി ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് സ്കൂൾ മാനേജർ ഫാദർ ഷാജി തെക്കേമുറിയിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ സെബാസ്റ്റ്യൻ KV, NSS പ്രോഗ്രാം ഓഫീസർ നിർമ്മല ജോസഫ്, വാർഡ് മെമ്പർ നൂറുദ്ദീൻ മുള്ളേരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജീവദ്യുതി എന്ന പേരിൽ പേരാവൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു രക്തദാന ക്യാമ്പ് നടക്കുകയാണ്. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ പൊതുജന സാന്നിധ്യം ഇവിടെ ഉണ്ട്. കുറേയേറെ ആളുകൾ ഇവിടെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. നമ്മളൊരു 70 പേരോളമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഏകദേശം 100-അധികം പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ NSS കോർഡിനേറ്ററും അതേപോലെ തന്നെ അധ്യാപകർ, NSS വോളണ്ടിയേഴ്സ് കുറച്ച് നാളായിട്ട് അവർ ഇതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. NSS വോളണ്ടിയേഴ്സിൻ്റെയും അധ്യാപകരുടെയും വീട്ടിൽ നിന്നുള്ളവരെയും രക്ഷിതാക്കളെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ രക്തദാന ക്യാമ്പ് ഇവിടെ വിജയകരമായി നടത്തുന്നത്. ഇത് വളരെ വലിയൊരു മാതൃകയാണ്. കുട്ടികൾക്കാണെങ്കിലും രക്തദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊരു ബോധ്യം ലഭിക്കാൻ, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരു സമൂഹ പ്രതിബദ്ധത കാണിക്കാനും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല പ്രോഗ്രാമായിട്ട് ഇത് ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ കുറച്ച് പേര് വരുമെന്ന് വിചാരിച്ചുള്ളൂ. വളരെയധികം പേര് വന്നു. അന്നേരം നമ്മൾ NSSൻ്റെ നമ്മുടെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിലെ നമ്മളെല്ലാം കൂടെ സംയുക്തമായിട്ടാണ് ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രോഗികൾക്ക് വേണ്ടി രക്തം നൽകാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം നമ്മൾ വിളിച്ചു. അവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ നമ്മളുടെ സെയിൻറ്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ NSS പ്രോഗ്രാം ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഒരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി എന്ന് വേണം പറയാൻ. ഇന്ന് നമുക്കറിയാം, ഒത്തിരി ആളുകൾ അപകടം സംഭവിച്ചും അങ്ങനെയൊക്കെ വഴിയിൽ രക്തം ലഭിക്കാതെ മരണപ്പെട്ടു പോകുന്ന അവസരങ്ങൾ ഇന്ന് ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഹയർ സെക്കൻഡറി ലെവലിലാണ് NSSൻ്റെ ബേസിക് ലെവലെന്ന് പറയുന്നത്. അതിന് മുകളിലേക്കാണല്ലോ പിന്നീട് അങ്ങ് പിള്ളേർ വളർന്നു വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു അവസരം കൊടുക്കാൻ സാധിച്ചതിൽ, അവർ ഇതിൻ്റെ ഒരു ഭാഗം ആക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടതുണ്ട്. സ്കൂളിൽ നമ്മളുടെ പ്രിൻസിപ്പളിൻ്റെ പെർമിഷനും അതേപോലെ മാനേജറിൻ്റെ എല്ലാവരുടെയും കൺസെൻറ്റ് എടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവരും വളരെ സന്നദ്ധതയോടെയാണ് മുന്നേക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ജനറൽ ഹോസ്പിറ്റൽ തലശ്ശേരിയിൽ നിന്നും ടീം എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മാനേജറിനും പ്രിൻസിപ്പളിനും കൂടെ നിൽക്കുന്ന സ്റ്റാഫിനും എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ വോളണ്ടിയേഴ്സിന്, അവർക്ക് അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഇത്രയും ജനങ്ങളെ നമ്മൾക്ക് കൂട്ടാൻ സാധിക്കില്ല. അപ്പോൾ പിള്ളേർ ഓരോരുത്തരും അവരാൽ കഴിയുന്ന എല്ലാ സേവനങ്ങളും മുന്നോട്ട് തന്ന് ക്യാമ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 61 പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. പോൾ ബ്ലഡ് ആപ്പ് വഴി മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ദാതാക്കളെ ലഭിച്ചത് പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന രക്തദാന ക്യാമ്പിലാണെന്ന് തലശ്ശേരി ജനറൽ ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കേരള കർഷക സംഘം പേരാവൂർ ഏരിയ പ്രവർത്തക കൺവെൻഷൻ പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. M. പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം പേരാവൂർ ഏരിയ കൺവെൻഷൻ പേരാവൂർ റോബിൻസ് ഹാളിൽ നടന്നു. KP സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ M. പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിചിത്രം എന്നല്ലാതെ എന്താ പറയാൻ കഴിയുക? കഴിഞ്ഞ കൊല്ലം നടത്തിയിരിക്കുന്ന കാർഷിക രംഗത്തെ ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാം വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ചെലവിന്റെ 21.2% കുറച്ചാണ് ഇത്തവണയുള്ള അഗ്രികൾച്ചറൽ ഔട്ട്ലേ. അത് ഭീകരമാണ്. ഇത് കാർഷിക രംഗത്ത് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ്. നിങ്ങൾക്കാണ് വേണ്ടി കാർഷിക രംഗം പുറകോട്ടടിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ 2022-23 കാർഷിക രംഗത്തെ വളർച്ചാ നിരക്ക് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ 3.5. ഇത്തവണ ഗവൺമെന്റ് തന്നെ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന രേഖയിൽ പറഞ്ഞു, അത് അതിന്റെ പകുതിയായിട്ട് 1.7
ഇത്തവണ കുറഞ്ഞിരിക്കുകയാണ്. കാർഷിക രംഗത്തെ മൊത്തമുള്ള വളർച്ചാ നിരക്ക് കേവലം കാർഷിക രംഗം മാത്രമല്ല, കാർഷികാനുബന്ധ മേഖലകൾ, കന്നുകാലി വളർത്തലിന്റെ, ക്ഷീരോത്പാദനത്തിന്റെ, മുട്ടയോത്പാദനത്തിന്റെ അവയെല്ലാം അടങ്ങുന്ന ഇന്ത്യയിലെ കാർഷികോത്പാദന വളർച്ചാ നിരക്ക് ഏതാണ്ട് പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നുവെന്ന് ബജറ്റ് രേഖകൾ വ്യക്തമാക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും കാർഷിക രംഗത്തെ മുതൽ മുടക്ക് വർദ്ധിപ്പിക്കാനല്ല കേന്ദ്രം ശ്രമിക്കുന്നത്, അത് കുറക്കാനാണ്. എന്നാൽ മറുഭാഗത്ത് വരുന്ന നിലപാട് ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള വൻകിട കുത്തകകൾ അവർക്ക് ചുമത്തുന്ന നികുതി നേരത്തെ 40% ആണെങ്കിൽ ഇത്തവണ അത് നിർമ്മലാ സീതാരാമൻ 30% കുറച്ചിരിക്കുകയാണ്, 10% കുറവ്. അപ്പോ ആർക്ക് വേണ്ടി ഈ ഗവൺമെന്റ് പരിശോധിക്കാൻ പാടൂർ പടിവരെ പോകേണ്ട യാതൊരു കാര്യമില്ല. ഈ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം തുറന്നു വന്ന അവരുടെ അതേ കോർപ്പറേറ്റ് നയങ്ങൾ അത് തന്നെയാണ്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി ജി പത്മനാഭൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി മനോജ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ശൈല ചന്ദ്രൻ, ജിമ്മി അബ്രഹാം, എം ശൈലജ ടീച്ചർ, കെ ശശീന്ദ്രൻ മാസ്റ്റർ, കെ വാത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ പി സുരേഷ് കുമാറിനെയും സെക്രട്ടറിയായി എം എസ് വാസുദേവനെയും തിരഞ്ഞെടുത്തു. പരിസ്ഥിതി ലോല മേഖല അന്തിമ വിജ്ഞാപനത്തിൽ നിന്നും ജനവാസ മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കുക, 2022 ഉരുൾപൊട്ടലിൽ കൃഷിയും കാർഷിക ഭൂമിയും നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായം അടിയന്തരമായി അനുവദിക്കുക, വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെയും അവരുടെ ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. CPIM പേരാവൂർ ലോക്കൽ കുടുംബ സംഗമം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. CPM പേരാവൂർ ലോക്കൽ കുടുംബസംഗമം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജിജി ജോയിയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവർക്ക് കൂടുതൽ നികുതി വാങ്ങുന്നു, അതാണ് 50% ആളുകളിൽ നിന്ന്, ദരിദ്രരിൽ നിന്ന് 64% നികുതി വാങ്ങുന്നു. എന്നാൽ അതിസമ്പന്നരായിട്ടുള്ള 10%-ൽ നിന്ന് കേവലം 3% മാത്രം നികുതിയും വാങ്ങുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ബഹുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഓരോ വിഷയത്തിൽ നമുക്ക് പോകാൻ പറ്റും. എനിക്കറിയില്ല ഇവിടെ അംഗനവാടി വർക്കേഴ്സായിട്ട് ആരെങ്കിലും കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ അംഗനവാടി വർക്കേഴ്സായിട്ട് ആരെങ്കിലും കൂടി ഉണ്ടോ? അംഗനവാടി ടീച്ചർമാർ, അംഗനവാടി വർക്ക് ചെയ്യുന്ന ആളുകൾ എന്തായാലും ഉണ്ടോ? അംഗനവാടിയിൽ വർക്ക് ചെയ്യുന്ന നോക്കൂ, നമ്മുടെ നാട്ടിലെ അംഗനവാടി ടീച്ചർമാരുടെ, ഞാൻ ഒരുപാട് തവണ അംഗനവാടി ടീച്ചർമാരുടെ ഉൾപ്പെടെ വിഷയം പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ടായി. നമ്മുടെ നാട്ടിൽ അംഗനവാടികളുടെ സ്ഥിതി നോക്കുക. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളുള്ള സ്ഥലമാണ് കേരളം. പക്ഷേ ഈ കേരളം ഉൾപ്പെടെയുള്ള അംഗനവാടികൾക്ക് യൂണിയൻ ഗവൺമെൻറ് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിലാണ്. ആ സാമ്പത്തിക സഹായം എന്നുള്ളത് അത് കേവലം 1300, 1600, 2000 രൂപയിൽ ചോടയായിട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തൊഴിലെടുക്കുന്ന ആളുകളുടെ ശമ്പളമായിട്ട് 15,000 രൂപ മിനിമം വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്. പക്ഷെ എന്തുകൊണ്ടാണ് അംഗനവാടി വർക്കേഴ്സിന് കൊടുക്കാത്തത്? ഗവൺമെൻറ് പറയാനുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാണ് ഇന്ത്യയിലേത്. പക്ഷെ അംഗനവാടി ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അംഗനവാടി ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം അംഗനവാടി ടീച്ചർമാർക്ക് അറിയില്ല. അതാണ് എൻ്റെ രസം. അവർക്കറിയില്ല അവർക്ക് ശമ്പളം എത്രയാണ്, ICDS പ്രൊജക്ട് വഴി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വകയിരുത്തൽ എത്രയാണെന്നുള്ളത് അവരിൽ പലർക്കും അറിയില്ല. പിന്നെ അവർക്ക് ജനങ്ങൾക്ക് അറിയില്ല. കെ രജീഷ്, ശശീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വടകര EMS കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം ഡിഗ്രി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സഹവാസ ക്യാമ്പിന് ആറളം പുനരധിവാസ മേഖലയിൽ തുടക്കമായി. വടകര MES കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം ഡിഗ്രി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നമ്മളിടം എന്ന പേരിൽ നടത്തുന്ന 5 ദിവസത്തെ സഹവാസ ക്യാമ്പിന് ആറളം പുനരധിവാസ മേഖലയിൽ തുടക്കമായി. വളയഞ്ചാലിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം രാജ്യസഭാ MP അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ നിർവഹിച്ചു. ഇത്തരമൊരു ക്യാമ്പ്, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത തീരുമാനം എന്തുകൊണ്ടും ഉചിതമായി. നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പ്രായോഗിക പരിശീലനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഇത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്ന്, നമ്മളിടം എന്ന പേരിൽ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്ന് ആമുഖ ഭാഷണം നടത്തിയ സുഹൃത്തുക്കൾ അറിയിക്കുകയുണ്ടായി. ഇത് ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന
ഒരു പ്രദേശമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആദിവാസി സെറ്റിൽമെൻറ്റ് എന്നറിയപ്പെടുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇടയ്ക്കിടെ വാർത്തകളിൽ നിറയുന്ന ഒരു സ്ഥലമാണ് പല കാരണങ്ങളാൽ. അപ്പോൾ ആ പ്രദേശത്ത് നിങ്ങളേവരും എത്തിച്ചേർന്നു. ഇത് ഞങ്ങളുടെ ജില്ലയാണ്. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ കണ്ണൂർക്കാർ തന്നെ ഉണ്ടാവാം കുറേ പേര്, എങ്കിലും ആർത്തത്തിൽ നിങ്ങൾ വന്നതിലുള്ള പ്രത്യേകമായ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം MP ഫണ്ട് ഉപയോഗിച്ചുള്ള എൻ്റെ നിരവധി 3-4 പദ്ധതികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരുന്നില്ല. അത് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് നടത്താൻ പറയുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് ശ്രീരാം വിളിച്ചപ്പോൾ എന്തുകൊണ്ടോ ഒന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിമൈൻഡ്സ് നമ്മളൊരു പഴയ ഭൂതകാലം ഓർമ്മിക്കുന്നതാണ്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ അധ്യക്ഷത വഹിച്ചു. ആർലഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ KP നിതീഷ് കുമാർ മുഖ്യാതിഥിയായി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. ആദിവാസി ഗോത്രജനസഭാ പ്രസിഡന്റ് PK കരുണാകരൻ, ഫർഹാന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. YMCA കേളകം, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി, ഇഗ്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേളകം സാന്റ് ജോസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. YMCA കേളകം, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി, ഇഗ്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേളകം സാന്റ് ജോസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന പരിപാടി കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും ഇഗ്ര ഹോസ്പിറ്റലിൻ്റെയും സഹായത്തോടുകൂടി YMCA കേളകം ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. തികച്ചും നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സമിതിയാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മലയാളികളെല്ലാം തന്നെ ജീവിതശൈലി രോഗത്തിന് മഹാഭൂരിപക്ഷം ആളുകൾ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാജ്യത്തെ ഏറ്റവും അധികം ആയുർദൈർഘ്യവും ആരോഗ്യ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെ നിൽക്കുന്ന കേരളം ആ അവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടി ഓരോ കുടുംബവും ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ആ നേട്ടമെല്ലാം നമ്മൾ കൈവരിക്കുന്നത്. ഒരുപക്ഷെ മലയാളികളുടെ ജീവിത സമ്പാദ്യത്തിൽ നല്ലൊരു ശതമാനം ചെലവഴിക്കുന്നത് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി മിക്ക രോഗങ്ങളും നമ്മൾ പിടികൂടിക്കുകയാണ്. YMCA കേളകം യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ആവണങ്കോട്ട് അധ്യക്ഷത വഹിച്ചു. YMCA സെക്രട്ടറി TJ ബിനോയ്, ഇഗ്ര ഹോസ്പിറ്റൽ ഡോക്ടർ ദർശന, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി അസിസ്റ്റന്റ് മാനേജർ CB, YMCA ഇരിട്ടി സബ് റീജിയണൽ വനിതാ ഫോറം ജിമോൾ മനോജ്, ട്രഷറർ ബെന്നി കുറുപ്പൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഹൈവിഷൻ ന്യൂസ്, കേരളം. വയനാട് പുനരധിവാസത്തിന് കൈകോർക്കാൻ വ്യത്യസ്തമായ രീതിയിലൂടെ ധനസമാഹരണം നടത്തി കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ. വയനാട് പുനരധിവാസത്തിന് കൈകോർക്കാൻ കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ വ്യത്യസ്ത രീതിയിലാണ് ധനസമാഹരണം നടത്തിയത്. സ്കൂൾ കലോത്സവ ദിനത്തിൽ സ്കൂളിൽ ചായക്കട തുറന്നാണ് ഈ മിടുക്കുകളും മിടുക്കന്മാരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. വോളണ്ടിയർമാർ വീടുകളിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്ന പഴംപൊരി, കൽത്തപ്പം, വട്ടയപ്പം, ഉണ്ണിയപ്പം എന്നിവയ്ക്ക് പുറമെ ചിക്കൻ റോൾ, പബ്സ്, കട്ലറ്റ് എന്നീ പലഹാരങ്ങളും കടയിൽ നിരന്നു. ഒപ്പം കലോത്സവ ദിനത്തിലെ മത്സരച്ചൂടിനെ തണുപ്പിക്കാൻ വോളണ്ടിയർമാർ സ്വയം തയ്യാറാക്കിയ വിവിധതരം പാനീയങ്ങളും കൂടിയായപ്പോൾ കടയിൽ തിരക്കേറി. തിരുവാതിര സുന്ദരികളും ഒപ്പന മൊഞ്ചത്തികളും പലഹാരങ്ങളുടെ രുചി നുകരാൻ നീണ്ട ക്യൂവിൽ മത്സരിച്ച് ഇടം പിടിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും പൂർണ്ണ പിന്തുണയുമായി വളണ്ടിയർമാരുടെ പിന്നിൽ അണിനിരന്നു. അടുത്തുവരുന്ന സ്പോർട്സ് ഡേയിലും സമാന രീതിയിൽ കച്ചവടം നടത്തി ലഭിക്കുന്ന തുകയും കൂടി ചേർത്ത ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് വളണ്ടിയർമാരായ ശ്രീനന്ദ, ലുദിയ എന്നിവർ പറഞ്ഞു. ഞങ്ങളുടെ കച്ചവടം പൊടി പിടിക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന എന്ത് സംഭാവനയായാലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതുമാത്രമല്ല, അടുത്തായി സ്പോർട്സ് ഡേയും വരുന്നുണ്ട്. ആ തുക, അതിൽ നിന്ന് കിട്ടുന്ന തുകയും ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും. NSS പ്രോഗ്രാം ഓഫീസർ വനജാകൃഷ്ണൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ബാലസംഘം ഇരിട്ടി ഏരിയ സമ്മേളനം ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു. സിനിമാ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു.
ബാലസംഘം ഇരിട്ടി ഏരിയ സമ്മേളനം ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനം സിനിമ സീരിയൽ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ജീപ്പിൽ നിറഞ്ഞ ജീപ്പിൽ ഇങ്ങനെ കുത്തിരിഞ്ഞ് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. കയറേണ്ട ആവശ്യമില്ല. എൻ്റെ വീട് ഈ സ്കൂളിൽ നമ്മൾ ചെറിയ ദൂരം നടന്നു വരുന്ന ദൂരം ഇടവേണ്ടി പോകാൻ്റെ ആവശ്യമില്ല. അങ്ങനെ ജീപ്പിലെ കുട്ടികളോട് ടാറ്റ കൊടുത്തു. നന്നാക്കണം, ഉഷാറാക്കണം. അവരൊക്കെ എൻ്റെ ഫ്രണ്ടല്ലേ, ടാറ്റ കൊടുത്തു വിട്ട ഞാൻ ആളെ പോയി. അങ്ങനെ സ്കൂളിൽ പോയി കഴിഞ്ഞ ആള് ഞാൻ എന്ത് ചെയ്തു, അവർ പണ്ട് ടൂറിന് പോകുന്ന ഒരു ഡീച്ചിൽ കുറവാണ്. നമ്മളെ സുഹൃത്തുക്കളുടെ ഡീച്ചിൽ കൈവദിക്കണം, അത് കൈവദിക്കല അറിയാതെ പഴയാത്തവർ. പക്ഷെ ഞാൻ എണീക്കൂല, നമ്മൾ ആരായിടാൻ എണീക്കൂല. നമുക്ക് സന്തോഷം. എന്താ പറയാ, നമുക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റും. സ്കൂളിൽ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കാൻ വരില്ല മാഷ്. അന്ന് ഒരു വെച്ച് 6-7 തിരങ്ങിട്ടാണ് ഇരിക്കല്. ഡെസ്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നല്ലതാ, ഭയങ്കര സ്നേഹ. അങ്ങനെയല്ലോ, അങ്ങനെ ഇറങ്ങി അങ്ങനെ തിരികിട്ടാ. അങ്ങനെ ഒരു ദിവസം ഏരിയ പ്രസിഡന്റ് നവ്യ സി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വൈഷ്ണ രാജീവ് അനുശോചന പ്രമേയവും അശ്വന്ത് കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ആദിശ കൃഷ്ണൻ, ജില്ലാ ജോയിന്റ് കൺവീനർ പി കെ ഷീല, തേജസ് സി രാജ്, ഏരിയ കൺവീനർ എൻ ടി റോസമ്മ, എം സുരേഷ്, പി പി അശോകൻ, ശ്രീജൻ പുന്നാട്, കെ ശ്രീലത, സി ഷിജു, സ്മിത തുടങ്ങിയവർ സംബന്ധിച്ചു. ഇരിട്ടി ഏരിയയിലെ 15 വില്ലേജ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഏരിയ സമ്മേളനം നടന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരട്ടി SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ 169ാമത് ജന്മദിനം ഇരട്ടി SNDP യൂണിയൻ ഹാളിൽ വെച്ച് ആചരിച്ചു. ഇരിട്ടി SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളിയുടെ 169ാമത് ജന്മദിനം ഇരിട്ടി SNDP യൂണിയൻ ഹാളിൽ വെച്ച് ആചരിച്ചു. അയ്യങ്കാളിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് KK സോമൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി PN ബാബു അയ്യങ്കാളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇരിട്ടിയിലെ വ്യാപാരികളായ ജോയി, PP മുസ്തഫ ഹാജി, രാജൻ, പ്രവീൺ, യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് പനക്കൽ, PG രാമകൃഷ്ണൻ, സന്തോഷ് പടിയൂർ, സഹദേവൻ പനക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചെട്ടിയാംപറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ PTA നേതൃത്വത്തിൽ സ്കൂൾ ശുചീകരണവും പൊതുയിട മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവും സംഘടിപ്പിച്ചു. ചെട്ടിയാംപറമ്പ് ഗവൺമെന്റ് UP സ്കൂൾ PTA നേതൃത്വത്തിൽ സ്കൂൾ ശുചീകരണവും പൊതുയിട മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവും സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ പൊതുനയ ആരോഗ്യ സുരക്ഷയ്ക്കും മാലിന്യമില്ലാത്ത ഒരു നവകേരള സൃഷ്ടിക്കുമായി ഈ വർഷം സ്കൂൾ PTA നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പരിസരവും ചെട്ടിയാംപറമ്പ് ടൗണും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ മാലിന്യങ്ങളും നീക്കം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷാജി ജോർജ്, മദർ PTA പ്രസിഡന്റ് അമ്പിളി വിനോദ്, ഹെഡ് മാസ്റ്റർ VV ഗിരീഷ് കുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പൈലി, ആൻഡോ, അനൂപ്, ബിനു, സുരേഷ്, ശ്രീലാൽ, മദർ PTA അംഗങ്ങളായ നിത്യ, ശശികല, ശരണ്യ, CG നോബിഷ, ശാരിക, ആശ, സരിത, അധ്യാപകരായ വിജയശ്രീ, ജയ, രാജി എന്നിവർ നേതൃത്വം നൽകി. നിറഞ്ഞിരിക്കുന്ന വലിയൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ആ പ്രവർത്തന യജ്ഞം മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ PTA-ക്കാർ, ചെട്ടിയാംപറമ്പ് ഗവൺമെൻറ് UP സ്കൂളിലെ PTA-ക്കാർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ചെട്ടിയാംപറമ്പ് UP സ്കൂൾ PTA-യുടെ നേതൃത്വത്തിൽ നമ്മൾ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം പോലെയാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടക്കം കുറിക്കുകയാണ്. 2025 കേരളം മാലിന്യമുക്തമാക്കുക എന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ആഹ്വാനം നമുക്കുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, എപ്പോഴും നമ്മുടെ പരിസരം ശുചിയായിരിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ വളർന്നു വരുന്ന തലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക്, അതുപോലെ സമൂഹത്തിന് നമ്മൾ നല്ലൊരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ PTA-യുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് എല്ലാവരും ഏറ്റെടുക്കണം, സമൂഹം ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ സ്കൂളിൻ്റെ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഇന്ന്. കാരണം സ്കൂളിൻ്റെ പുറത്തേക്ക്, സ്കൂളിനകത്തുള്ള ശുചീകരണങ്ങൾ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ പുറത്തേക്ക് ശുചീകരണം നടത്തുന്നത് ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡാണ് ആദ്യമായിട്ട്, ചെട്ടിയാംപറമ്പ് സ്കൂളിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പാണ് ആദ്യമായിട്ട് ഞങ്ങൾ ശുചീകരണം തുടങ്ങുന്നത്. അത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പായം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആയുഷ് വയോജന ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് പെരുമ്പറമ്പ് പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു.
കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ പായം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആയുഷ് വയോജന ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് നടന്നത്. പെരുമ്പറമ്പ് പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്ന ക്യാമ്പ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു. ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിൽ ക്യാമ്പ് വെക്കുമ്പോൾ ജനങ്ങൾക്ക് ഇതിപ്പം കൂടുതലായും വയോജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആയുർവേദവും അലോപ്പതിയുമാണ് കൂടുതൽ ആളുകൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മുടെ പായം പോലെയുള്ള സ്ഥലങ്ങളിൽ പായം ഡിസ്പെൻസറി, ഹോമിയോ ആശുപത്രി നിലനിൽക്കുന്ന ആ വാർഡിൽ തന്നെ മുഴുവൻ ആളുകളും ഹോമിയോ ആശുപത്രിയായി ആശ്രയിച്ചാണ് അവർ കഴിയുന്നത്. കാരണം നമുക്കറിയാം, പായത്തുനിന്ന് ഇരിട്ടിയിൽ വന്ന് മരുന്ന് വാങ്ങാൻ അത്രയും ദൂരം വരണം. പക്ഷേ ഈ ഹോമിയോയിൽ എല്ലാ അസുഖത്തിനുള്ള മരുന്നും ഇന്നിപ്പോൾ ഹോമിയോയിലുണ്ട്. നല്ല മരുന്നും നമ്മുടെ ഗവൺമെൻറ് തന്നെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതിൻ്റെ ഭാഗമായി ഹോമിയോ ആയാലും ആയുർവേദമായാലും അലോപ്പതിയിലായാലും നല്ല മരുന്ന് ജനങ്ങൾക്ക് സേവനം കൊടുക്കുക നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത്തരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഏത് മരുന്നിന് പോയാലും അല്ലെ അതുപോലെ തന്നെ നല്ല ഡോക്ടർമാരും ഒക്കെ നമ്മുടെ ആശുപത്രികളിലുണ്ട്. അപ്പം അതൊക്കെ ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ വലിയ പൈസയൊക്കെ കൊടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സേവനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുകൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഈ പെരുമ്പറമ്പ് പൊതുജന വായനശാലയുടെ നേതൃത്വത്തിലാണ് ഹോമിയോ ആശുപത്രിയുടെ കീഴിലുള്ള ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക സാധാരണ ആയുർവേദം, അലോപ്പതി പോലെയുള്ളതാണ്. ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പ്രമീള അധ്യക്ഷത വഹിച്ചു. വി റിജീഷ് ക്ലാസ് നയിച്ചു. ഡോക്ടർ പി നിഷ, അനില, വായനശാല പ്രസിഡന്റ് വി ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശർമ്മം ചെമ്പേരി പുറഞ്ഞാണിലെ ചെട്ടിക്കാട്ട് തോമസ് അപ്പച്ചൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഭാര്യ ലിസി, മക്കൾ ദീപു, ഡാനി, മരുമക്കൾ ആൻ, സുജി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക ദേവാലയ സെമിത്തേരിയിൽ. കേളകം ഇല്ലിമുക്കിലെ പരേതനായ പുഞ്ചക്കുന്നിൽ ജോസഫിന്റെ ഭാര്യ റോസമ്മ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. മക്കൾ തങ്കച്ചൻ, രാജു, സിബി, വിൽസൺ, ഫാദർ മനോജ്, പരേതരായ സലോമി, ജോളി, സാലി, ടോമി. മരുമക്കൾ ലിസി, ക്ലാരമ്മ, സിസിലി, മേരി, കുക്കുമോൾ, പരേതനായ ദേവസ്യ തോമസ്. കൊട്ടിയൂർ അമ്പായത്തോടിലെ പരേതനായ പറമ്പി ദേവസ്യയുടെ ഭാര്യ അമ്പാട്ട് മേരി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മക്കൾ വത്സ, സിസ്റ്റർ ലീല, ജോയി. മരുമക്കൾ ജോൺ, സിന്ധു. സംസ്കാരം വ്യാഴാഴ്ച 2:30 അമ്പായത്തോട് സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ. ഇരട്ടി എടക്കാനം എടയിൽ കുന്നിലെ മാവില ദേവിയമ്മ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ വെള്ളുവ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ. മക്കൾ ഗോവിന്ദൻ, ജാനകി, ശാന്തകുമാരി, ആനന്ദവല്ലി, രാജീവൻ. മരുമക്കൾ നിർമ്മല, രാജൻ, സന്തോഷ്, പ്രവീണ, പരേതനായ നാരായണൻ. സംസ്കാരം വ്യാഴാഴ്ച 12 മണിക്ക് എടക്കാനം എടയിൻകുന്ന് കുടുംബ ശ്മശാനത്തിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 233, പേരാവൂർ 234, കൊട്ടിയൂർ 233. റബ്ബർ ലോട്ട് ഇരിട്ടി 213, പേരാവൂർ 224, കൊട്ടിയൂർ 223. ഒട്ടുപാൽ ഇരിട്ടി 120, പേരാവൂർ 123, കൊട്ടിയൂർ 122. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 615, കൊട്ടിയൂർ 610. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6715, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുഴയിൽ കാൽവഴുതി വീണ് ഗൃഹനാഥൻ മരിച്ചു. കോളയാട് പെരുവ ചെമ്പുക്കാവിലെ മരാഠി ബാബുവാണ് മരിച്ചത്. കണിച്ചാർ ചാണപ്പാറയിൽ കടമുറിയിൽ പാനിക്കുളം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ തിരുവനന്തപുരം സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. കാക്കിങ്ങാട് പുല്ലാഞ്ഞോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം കവർന്നു.
ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.